കേരളത്തിലെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വേനൽ മഴ കാത്ത് ഏറെ ബുദ്ധിമുട്ടി നിൽക്കുന്നു. കനത്ത ചൂട് തന്നെയാണ് നട്ടുച്ച സമയത്ത് അരിച്ചിറങ്ങുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ച് ഏറെ വലയുന്ന സാഹചര്യം, ചൂട് കൊണ്ടിരിക്കാൻ കഴിയാത്ത സാഹചര്യം. ദിനം പ്രതി സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണ്. ഫെബ്രുവരി മാസമെന്ന് പറയുന്നത് കഠിനമായി ചൂടേൽക്കുന്ന ഒരു മാസമായി മാറുന്നു. ഫെബ്രുവരി പകുതിയോടടുക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ചൂട് അരിച്ചിറങ്ങുന്നത്. അറബിക്കടലിലെ കാറ്റിൻ്റെ ഗതിമാറ്റവും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ കുറവും തന്നെയാണ് കേരളത്തിൽ നിലവിൽ ഈ ചൂടിന് കാരണമായിട്ടുള്ള കഠിനമായ ചൂട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. പല ജില്ലകളിലും സാധാരണ ലഭിക്കുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ഉയരാനുള്ള സാധ്യത പറയുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ അന്തരീക്ഷം തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പ്രതീക്ഷയുടെ ഒരു ചെറു കണിക കൂടിയുണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതകളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നു. മഴയുമായി ബന്ധപ്പെട്ട യാതൊരു മുന്നറിയിപ്പുകളും ഇതുവരെ ജില്ലകളിലൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെ പോയാൽ വരാനിരിക്കുന്ന വേനൽക്കാലത്ത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്താകും എന്നുള്ള ആകുലത മാത്രമാണ് ജനം പങ്കുവയ്ക്കുന്നത്. സംസ്ഥാനത്ത് മഴ ഇനി പ്രതീക്ഷിക്കാൻ കഴിയുമോ? മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ശിവരാത്രിയോടനുബന്ധിച്ച് സാധാരണഗതിയിൽ മഴ പെയ്യാറുണ്ട്. 24 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു. എന്താകും ഇക്കുറി എന്നാണ് ഉറ്റുനോക്കുന്നത്. അപ്പോഴാണ് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വർഷത്തെ മഴ പെയ്തുറങ്ങുന്നത്. റെക്കോർഡ് മഴ. UAE-യിൽ 2024 പെയ്ത റെക്കോർഡ് മഴയാണ് ഏവരും ഇന്ന് ചർച്ച ചെയ്യുന്നത്. അന്ന് ആ മഴയ്ക്ക് കാരണമായത് എന്തുകൊണ്ട് ഇതുമായി കൂട്ടിക്കെട്ടുന്നുവെന്ന് ചോദിച്ചാൽ, അന്ന് മഴയ്ക്ക് കാരണമായത് സമുദ്രോപരിതലത്തിലെ ചൂട് കൂടിയതാണ്. ഇത് അന്തരീക്ഷ ഈർപ്പം കൂട്ടാനും മുൻപില്ലാത്ത വിധമുള്ള മഴ ലഭിക്കാനും കാരണമായി എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചില എമിറേറ്റുകളിൽ ഒരു വർഷം പെയ്യേണ്ട മഴയാണ് 2024 ഏപ്രിൽ മാസത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പെയ്തിറങ്ങിയത്. UAE-യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഴയായി 2024 മഴയെ ഏവരും എടുത്തു പറയുന്നു. അൽ ഐനിൽ 254 മില്ലിമീറ്റർ വരെ മഴ പെയ്തുവെന്നും ദുബായിൽ 142 മില്ലിമീറ്റർ വരെ മഴ പെയ്തുവെന്നുമാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വർഷം ശരാശരി 140-നും 200-നും ഇടയിൽ മില്ലിമീറ്റർ മഴയാണ് UAE-യിൽ കിട്ടാറുള്ളത്. അതായത് പരമാവധി കിട്ടുന്നതിലും കൂടുതൽ മഴ പെയ്തിറങ്ങി എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഏകദേശം 25%-ലധികം. എന്നാൽ 2024 ഏപ്രിലിലെ ഒറ്റ ദിവസത്തെ മഴയെന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള മഴ തന്നെയായിരുന്നു. രാജ്യത്ത് കനത്ത നാശം തന്നെയാണ് അതിന് പിന്നാലെ കാണാൻ കഴിഞ്ഞതും. അതിനുള്ള കാരണമാണ് ഗവേഷകർ ഈ 2 വർഷത്തിനുപുറം കണ്ടെത്തിയിരിക്കുന്നത്. അബുദാബി NYU-ലെ മുബാദല ആക്സസ് സെൻ്ററിലെ ഗവേഷകരുടെ കണ്ടെത്തലാണ് ഇതിനാധാരമായിട്ടുള്ളത്. സമുദ്രോപരിതലത്തിൽ ചൂട് കൂടിയപ്പോൾ മഴയ്ക്കുള്ള കാരണമായി. ചൂട് കൂടിയപ്പോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടി. ഇത് കനത്ത മഴ പെയ്യാനുള്ള കാരണമായി. അത്തരത്തിൽ തന്നെയാണ് മറ്റു ഭാഗങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലടക്കം കനത്ത ചൂട്, പ്രത്യേകിച്ച് കേരളത്തിനെ എടുത്തു പറയുകയാണെങ്കിൽ കനത്ത ചൂട്, കൊടും ചൂടായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഈ 2024 നാം അഭിമുഖീകരിച്ചത്. അതിന് തൊട്ട് പിന്നാലെ ഉണ്ടായ ദുരന്തങ്ങൾ നമുക്കറിയാവുന്നതാണ്. മഴ മൂലമുണ്ടായ ദുരന്തങ്ങൾ. 2018 പ്രളയം അറിയാവുന്നതാണ്. ഇത്തരത്തിൽ അടുത്തടുത്തായി ഇത്രയും കാലം ഒന്നും തന്നെ കാണാത്ത കനത്ത ദുരിതങ്ങൾ നമ്മളെ തേടിയിരിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിൽ ഇതുപോലുള്ള വിപത്തുകൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയായി ഇതിനെ വായിച്ചെടുക്കേണ്ടതാണ്. സംസ്ഥാനത്ത്, അതായത് കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചൂട് വീണ്ടും കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വലിയ തോതിൽ തന്നെയാണ് ഭീതി വർദ്ധിക്കുന്നത്. ചൂട് കൂടിയാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, അതിഭീകരമായ മഴ പെയ്തിറങ്ങിയാലും നമുക്ക് ജീവിക്കാൻ കഴിയാത്ത, ജീവന് പോലും ആപത്താകുന്ന അവസ്ഥ. 2026 ഫെബ്രുവരി 14, അതായത് ഇന്ന് പുറത്തിറക്കിയ കാലാവസ്ഥാ ബുള്ളറ്റിൻ അനുസരിച്ച് ഇനിയുള്ള 5 ദിവസം സംസ്ഥാനത്ത് മഴയുടെ സാന്നിധ്യമേ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു പ്രതീക്ഷയുടെ കണികയുണ്ടായിരുന്നു. ഇപ്പോൾ അതും കൂടി ഇല്ലാതായിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും അന്തരീക്ഷ മർദ്ദ വ്യതിയാനങ്ങൾ തന്നെയാണ് കേരളത്തിൽ ഒരു വരണ്ട കാലാവസ്ഥ തുടരാനുള്ള ഒരു കാരണമായി മാറുന്നത്. ഉയർന്ന താപനിലയും അതുപോലെ തന്നെ UV വികിരണവും. മഴയുടെ അഭാവം മൂലം പകൽ സമയത്ത് താപനില ഗണ്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. പല ജില്ലകളിലും താപനില എന്നത് 32 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യത പറയുന്നു. അതിനോടൊപ്പം തന്നെ അൾട്രാവയലറ്റ് സൂചിക അപകടകരമായ നിലയിലേക്കാണ് ഉയരുന്നത്. മനുഷ്യൻ ആരോഗ്യ ഭീഷണി പോലും ഉയർത്തുന്നു. മൃഗങ്ങൾക്കും പകൽ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഒരു കാരണവശാലും നേരിട്ട് ശരീരത്ത് വെയിലേൽക്കുന്ന ജോലികളിലോ മറ്റ് യാത്രകളിലോ
എത്തിപ്പെടരുത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. സൂര്യതപം, നിർജ്ജലീകരണം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് ഉയർന്ന UV രശ്മികൾ കാരണമാകും. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പൊതുജനങ്ങൾക്ക് വേണ്ടി കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. ശരീരത്തിൽ ചുവന്ന പാടുകളോ തലകറക്കമോ ഒക്കെ തന്നെ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. ചൂടുള്ള സമയത്ത് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കേണ്ടത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചതുകൊണ്ട് തൊഴിൽ സമയത്തിലും ചില പുനഃക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. പകൽ സമയത്ത് വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാഹചര്യമുണ്ട്. അത് കണക്കിലെടുത്താണ് നടപടി. മെയ് 20 വരെയാണ് ഈ ക്രമീകരണമുള്ളത്. പകൽ വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ കർശനമായി വിശ്രമവേള അനുവദിച്ചിട്ടുണ്ട്. ഇവരുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തുക. ഇനി ഷിഫ്റ്റ് വ്യവസ്ഥയിൽ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ രാവിലത്തെ ഷിഫ്റ്റ് എന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കണം. ഉച്ചയ്ക്ക് ശേഷമുള്ള അടുത്ത ഷിഫ്റ്റ് എന്നത് 3 മണിക്കായിരിക്കണം ആരംഭിക്കേണ്ടത്. ഈ രീതിയിലാണ് പുനഃക്രമീകരിച്ചത്. 1958 കേരള മിനിമം വേജസ് ചട്ടം 24-25 വ്യവസ്ഥകൾ പ്രകാരമാണ് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ളതും സൂര്യാഘാതത്തിന് സാധ്യതയില്ലാത്തതുമായിട്ടുള്ള മേഖലകളെ ഈ ഉത്തരവിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തൊഴിൽ മേഖലകളിൽ പരിശോധന കർശനമായി നടത്തും. കെട്ടിട റോഡ് നിർമ്മാണ മേഖലയ്ക്കും പ്രത്യേകം പരിഗണന നൽകി ദൈനംദിന പരിശോധനകൾക്കുള്ള ടീമുകളെ ആയിരിക്കും രൂപീകരിക്കുക. രാജ്യത്തുടനീളം ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടരുകയാണ്. പകൽ താപനിലയിൽ ചൂട് അനുഭവപ്പെടുന്നെങ്കിലും പലയിടത്തും പല പ്രദേശങ്ങളിലും രാത്രി തണുപ്പായി തുടരുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മഴയും പെയ്യുന്നുണ്ട്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് അടുത്തുള്ള 3 ദിവസങ്ങളിൽ കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും കുറഞ്ഞ താപനില എന്നത് 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ വേനൽക്കാലം അടുക്കുന്നു എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ഫെബ്രുവരി 14 മുതൽ 17 വരെ കേരളത്തിൽ 14 ജില്ലകളിലും മഴ ഉണ്ടാകില്ല. പക്ഷേ ഫെബ്രുവരി 18 തെക്കൻ കേരളത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യത, ചൂട് ശമിക്കാനുള്ള സാധ്യത ഇതൊക്കെ പറയുന്നു. മറ്റ് ജില്ലകളിലൊക്കെ വരണ്ട അന്തരീക്ഷം തുടരുന്നത് കൃഷിയടക്കം ജലലഭ്യതയടക്കം ബാധിച്ചേക്കും. കേരളത്തിൻ്റെ തെക്കൻ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയടക്കം ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നുണ്ട്. ഫെബ്രുവരി 15 രാത്രി വരെ തിരമാലകൾ 1 മീറ്റർ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കുക. ഇതുകൂടാതെയുള്ള മഴ പെയ്താലുണ്ടാകുന്ന മഴ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്.